അമേരിക്കയുടെ ആക്രമണമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായത്. ഇതിനിടെ ഒരു സംശയം വരുന്നത്, ഇന്ത്യൻ വ്യോമാതിർത്തി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ വിമാനങ്ങൾ ഇന്ത്യൻ ആകാശത്തൂടെ പറന്നു, ഇതാണ് ചോദ്യം. അതെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. അതെ, അതൊരു സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ട്, ഇറാൻ ടൈംസ് എന്ന് പറയും. ഇറാൻ ടൈംസ് ഇറാൻ്റെ ഒരു കൊടിയൊക്കെ വെച്ചിട്ട് എക്സിൽ, ഇവിടെ ട്വിറ്ററിൽ വളരെ സജീവമായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ്. അതിലൊരു പോസ്റ്റ് വന്നിരുന്നു, ഇന്ത്യയുടെ നിശബ്ദത അർത്ഥവത്താണ്. ചരിത്രത്തിൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ തെറ്റായ നിലപാടെടുത്തു എന്ന് വ്യക്തമാണ്. ഇന്ത്യൻ വ്യോമാതിർത്തി അമേരിക്കൻ വിമാനങ്ങൾക്ക് പറന്നു ചെന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വിട്ടുകൊടുത്തു എന്നാണ് ഇറാൻ ടൈംസ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. ചർച്ചയായി എന്ന് മാത്രമല്ല, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സുടുക്കൽ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധർ, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരും ഇസ്രയേൽ വിരുദ്ധരുമായ ആളുകൾ ഇത് പൊക്കിപ്പിടിച്ച് ഇന്ത്യ അതിൻ്റെ എക്കാലത്തെയും സമാധാനത്തിന് വേണ്ടിയുള്ളതും നിഷ്പക്ഷമായുള്ള നിലപാടും മറികടന്ന് അമേരിക്കയ്ക്ക് ദാസ്യവൃത്തി ചെയ്ത് ഇറാനെ ആക്രമിക്കാൻ അവസരം ചെയ്തു കൊടുത്തു എന്നുള്ള പ്രചാരണം തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കണം. പാകിസ്ഥാനിൽ വലിയ ഇറാൻ അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായത്. അതായത് ഇറാന് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കുകയാണ് വേണ്ടത്. അമേരിക്ക, ഇസ്രയേൽ ഇവർ ചേർന്ന് ഇസ്ലാമിക ലോകത്തിനെതിരെ നടത്തുന്ന ആക്രമണമാണ്. ഇറാൻ എന്ന് പറയുന്ന ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഒരു പരമാധികാര രാജ്യമാണ്. ഇറാന് അവർക്ക് വേണ്ടുന്ന അണവായുധം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുമുണ്ട് എന്നുള്ള ഒരു വിചാരം പൊതുവിൽ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ ഈ പറയുന്ന പോലെ ഇറാനെ അനുകൂലിക്കണം, പലസ്തീനെ അനുകൂലിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. കാരണം ഇസ്ലാമിക ഉമ്മത്തിൻ്റെ പേരിൽ, മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസിം മുനീർ ഡൊണാൾഡ് ട്രംപിനെ പോയി കണ്ട് ട്രംപുമായി ഉച്ചഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും പടിഞ്ഞാറൻ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അമേരിക്കയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ ആകാശത്തുകൂടി പറന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതായത് പാകിസ്ഥാൻ്റെ എയർ സ്പേസ് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൻ്റെ സഹായത്തോടു കൂടി അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് മുനീറിനെ വിളിച്ച് വളരെ പെട്ടെന്ന് ഈ ചർച്ച നടത്താനും 1 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണാനുള്ള ഒരു അവസരം മുനീറിന് ഇപ്പോൾ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ്റെ ആകാശത്തുകൂടി അമേരിക്കയുടെ വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതി വേണം, അതിനു വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ 2 ഹാഷ്ടാഗുകൾ ആരംഭിച്ചു. ഒന്ന്, നൊബേൽ ഫോർ വാർ, യുദ്ധത്തിന് വേണ്ടി നോബൽ സമ്മാനം കൊടുക്കണം. ആൻറ്റി ട്രംപ് ക്യാമ്പയിനിങ്ങിനെ ആരംഭിക്കുകയാണ്. കാരണം മുനീർ ട്രംപുമായി ചർച്ച നടത്തിയതിൻ്റെ പിറ്റേ ദിവസം പാകിസ്ഥാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് എന്താണെന്നറിയോ? അടുത്ത വർഷം 2026 നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു യുദ്ധം ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരിഗണിച്ച് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് മുനീർ വഴി ട്രംപ് ഉന്നയിച്ച ആവശ്യം പാകിസ്ഥാൻ ഭരണകൂടം അംഗീകരിച്ചു. അപ്പോഴും പാകിസ്ഥാൻ അറിയത്തില്ല അടുത്ത ദിവസം അടിക്കാൻ പോകാമെന്ന്. അതായത് പീസ് മേക്കർ ഒരു അഗ്രസറായി മാറിയിരിക്കുന്നു എന്നാണ് അമേരിക്കയെക്കുറിച്ച് ഇസ്ലാമിക ലോകത്തെ തീവ്ര ചിന്താഗതിക്കാർ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അമേരിക്ക കയറി ഇറാനെ അടിക്കുന്നു. അതിനുവേണ്ടി പാകിസ്ഥാൻ്റെ എയർബേസ് ഉപയോഗിക്കുന്നു. പാകിസ്ഥാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവിടുത്തെ പട്ടാള നേതൃത്വം അമേരിക്കയ്ക്ക് അനുകൂലമായി മുനീറാണ് തീരുമാനിക്കുന്നത്, രാജ്യത്തിൻ്റെ നിലപാട്. പക്ഷേ ജനങ്ങൾ, പാകിസ്ഥാനിലെ മതമൗലിക ശക്തികളായിട്ടുള്ള ആളുകൾ മുഴുവൻ വല്ലാതെ ക്ഷുഭിതരാണ്. അവർ പറയുന്നു പാകിസ്ഥാൻ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ സർക്കാരിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, നമ്മുടെ മാധ്യമങ്ങളൊന്നും കാണിക്കുന്നില്ല. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു, അമേരിക്ക എല്ലാ നിയമങ്ങളും, അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു ഇറാനെ അടിക്കുക വഴി.
കാരണം പറയാതെ നിവർത്തിയില്ലാത്ത അവസ്ഥ വന്നു. കാരണം സാമൂഹിക സിവിലിയൻ രംഗത്ത് നിന്ന് വലിയ പ്രതിഷേധം അമേരിക്കയ്ക്കെതിരെ ഉയരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അങ്ങനെ പറയാതെ വയ്യ. പാകിസ്ഥാൻ ഒത്താശകൾ ചെയ്തു കൊടുത്തു എങ്കിൽ പോലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് അപലപിച്ചു. എന്നിട്ട് നിരന്തരം ഈ മേഖലയിൽ സംഘർഷമുണ്ടാക്കുന്ന ഇസ്രയേലാണെന്നും ഇപ്പോൾ നടത്തിയിരിക്കുന്ന അമേരിക്കയുടെ ആക്രമണം ഈ മേഖലയിലെ സംഘർഷം കൂട്ടുകയുള്ളൂ എന്നും പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അപ്പോൾ നോക്കൂ, വല്ലാത്ത ഒരു ഡിപ്ലോമാറ്റിക് പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ മുനീർ പോയി ട്രംപിനെ കാണുന്നു, വേണ്ട ഒത്താശ ചെയ്യാനുള്ള കരാറുണ്ടാക്കുന്നു. അതേസമയം പാകിസ്ഥാൻ്റെ ഭരണകൂടം അതിനെ എതിർക്കുന്നു, ജനങ്ങൾ എതിർക്കുന്നു. അവസാനം പാക് വിദേശകാര്യ മന്ത്രാലയത്തിന് അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ കാമ്പയിൻ അമേരിക്കയ്ക്കും ട്രംപിനും പാകിസ്ഥാൻ്റെ അമേരിക്കൻ അനുകൂല നിലപാടും ഇടയ്ക്ക് നടക്കുന്നു. ഇങ്ങനൊരു വല്ലാത്ത ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസിലേക്ക് പാകിസ്ഥാൻ വീണു. ഈ വീണപ്പോൾ ഇന്ത്യ എങ്ങനെ വെറുതെ വിടണ്ടെന്ന് തീരുമാനിച്ചു. ഇന്ത്യയും ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ എയർ സ്പേസ് അല്ല ലംഘിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യോമാതിർത്തി മാത്രമല്ല, വ്യോമമേഖല മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമമേഖലയിലൂടെയും അമേരിക്കൻ വിമാനങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കേണ്ടത് പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇറാൻ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നു ഇറാൻ ആയിരിക്കും ഇത് ഇറക്കിയിരിക്കുന്നവർക്കും. പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇറാൻ പ്രസിഡന്റ് പെഷസ്ക്യാൻ 35 മിനിറ്റ് നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചു. ഈ സംഭാഷണത്തിൽ ഈ മേഖലയിലെ ടെൻഷൻ കൂടുന്നത്, അതിലുള്ള ആശങ്ക പങ്കുവച്ചു. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നാണ് ഇന്ത്യയുടെ ആഗ്രഹമെന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ അതത്ര വലിയ കാര്യമായി ഏറ്റെടുക്കുന്നില്ല. കാരണം ഇന്ത്യക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നില്ല. കാരണം പെഷസ്ക്യാൻ നരേന്ദ്രമോദിയെ വിളിച്ച് 35 മിനിറ്റ് സംസാരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ത്യ എടുക്കുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ, ഇസ്രയേലിന് എതിരല്ല, തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഇസ്രയേലിന് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ, കാരണം നമ്മളും ഇസ്രയേലും പങ്കുവയ്ക്കുന്ന ഒരേ നിലപാടാണ്. രണ്ടു കൂട്ടരും ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്, അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പോരാട്ടത്തിന് ഇസ്രയേലിൻ്റെ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രയേൽ ലോകത്ത് സംഘർഷം ഉണ്ടാവാതിരിക്കാൻ ഇസ്രയേലും ഒരു പങ്ക് വഹിക്കണം എന്ന നിലപാട് നമുക്കുണ്ട്. ഇസ്രയേലിന് പങ്കുണ്ട്, ഇറാന് പങ്കുണ്ട്, അമേരിക്കയും പങ്കുവഹിക്കണം. ഇങ്ങനൊരു നിലപാടാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നിരിക്കുകയാണ് ഇറാൻ ടൈംസിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇറാൻ ടൈംസ് പറയുന്നത് ഇത് ഇന്ത്യയുടെ മൗനം, ഇന്ത്യ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കിയിട്ടില്ല, അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ നമ്മൾ ഇറക്കിയിട്ടില്ല. നമ്മളൊരു എന്ത് സംഭവിക്കുന്നു ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെഷസ്ക്യാനുമായിട്ട് നമ്മൾ സംസാരിച്ചു. ആ മേഖലയിൽ സംഘർഷം ഒഴിവായിട്ട് സമാധാനം വരണം, ഇറാനിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടണം എന്നുള്ള നിലപാട് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇറാൻ ടൈംസിൽ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി. ഇറാൻ ടൈംസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇറാൻ ടൈംസും ഇറാനുമായിട്ടൊരു ബന്ധമില്ല. ഇത് പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ശരിക്കും പറയാം ഇറാൻ മീഡിയ എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇറാൻ്റെ വാർത്തകൾ അറിയാൻ വേണ്ടി ഇറാൻ ടൈംസ് നോക്കുന്നവർ, എന്താ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, എക്സിലെ അക്കൗണ്ട് നോക്കുന്നവർ ശരിക്കും ഒരു പാകിസ്ഥാനി സൈറ്റാണ് കാണുന്നത്. കബളിപ്പിക്കപ്പെടുകയാണ്. ഇറാൻ്റെ കൊടിയൊക്കെ വെച്ചിട്ട് ഇറാൻ അനുകൂലമായ വാർത്തകൾ നിരന്തരം വരുന്നു പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇറാൻ എന്ന് പേരിട്ടിരിക്കുന്നത് അത് തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രണ്ടാമത് ആ ഹാൻഡിൽ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ആകാശത്തൂടെ പറന്ന് ചെന്നിട്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകാശത്തൂടെ പറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ്റെ ആകാശത്ത് കയറിയിട്ടുണ്ട്. ഇന്ത്യ വഴി പറന്ന് പാകിസ്ഥാൻ വഴി പറക്കാതെ ചെല്ലത്തില്ല. അപ്പോൾ പാകിസ്ഥാൻ വഴി പറന്ന് എന്നിട്ടാണ് അമേരിക്ക അടിച്ചതെങ്കിൽ അത് ഇന്ത്യയെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യ ഉണ്ടല്ലോ നോക്കുക, നമ്മുടെ മാത്രമല്ല ഇന്ത്യയുടെ ആകാശത്തൂടെ പറഞ്ഞു, ഇന്ത്യക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്ത് ചെയ്യും ഈ ചേട്ടൻ പറന്ന് പോകുമ്പോൾ എന്നൊരു നിലപാട്. നിലപാടാണ്. നമ്മുടെ ഉപയോഗിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നോക്ക്, ഇന്ത്യയുടെ കൂടെ പോയില്ലേ. നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ഒരുത്തം പറയും നിങ്ങൾ കൊലപാതകം നടത്തി തെറ്റാണെന്ന് പറയുമ്പോൾ 10 വർഷം മുമ്പ് നിങ്ങൾ കൊന്നില്ലേ പണ്ടത്തെ കാര്യം പറയും. അതായത് നിങ്ങൾ അന്ന് കൊന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്നും കൊല്ലാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആകാശത്തൂടെ പറന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആകാശത്തൂടെ പറന്നിട്ടുണ്ട് എന്ന് ഇറാൻ ടൈംസിനെ കൊണ്ട് ഇറാൻ ടൈംസ് എന്നുള്ള ഫേക്ക് അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് വളരെ കൃത്യമായി ഇത് വളരെ ഈ ജിയോ പൊളിറ്റിക്സിൽ വളരെ
ആശങ്കയുണ്ടാക്കുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മുടെ സർക്കാർ കണ്ടു. നമ്മുടെ സർക്കാർ അതുകൊണ്ട് തന്നെ PIBയെ കൊണ്ടൊരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ, സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടറിയിക്കുന്ന ഒരു വാർത്താ ഏജൻസിയാണ് നമ്മുടെ PIB ഇപ്പോൾ ഇത് നിഷേധിച്ചിട്ട് ഈ വാർത്തകളെല്ലാം കോട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവമില്ല, ഇന്ത്യൻ ആകാശത്തൂടെ അമേരിക്കൻ വിമാനങ്ങൾ പറന്നിട്ടില്ല എന്ന് PIB ഇപ്പോൾ ഒരു ഫാക്ട് ചെക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത്, അപ്പോൾ ഇത് ഇത്ര വലിയ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ വലിയ വാർത്തയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ വലിയ ആശങ്ക ഉണ്ടാക്കാൻ പറ്റും. കാരണം പാകിസ്ഥാൻ രക്ഷപ്പെടണം. പാകിസ്ഥാൻ്റെ ആകാശത്തൂടെ പറന്നിട്ട് ഇല്ലായിരിക്കാം. കാരണം ഈ 2 ബാച്ചായിട്ടാണ് B-2 സ്പിരിറ്റ് ബോംബറുകൾ ആക്രമണം നടത്തിയത്. ഫോർദോയിൽ ബാക്കി 2 നദാൻസിലും ഇസ്ഫഹാനിലും ആക്രമണം നടത്തിയത് ബോംബർ വിമാനങ്ങളല്ല, അന്തർവാഹിനികളാണ്. അന്തർവാഹിനികളും 24 ടോമഹോക്ക് മിസൈലുകൾ അയച്ചിട്ടാണ് നദാൻസും ഇസ്ഫഹാനും തകർത്തിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിരിക്കുന്ന ഫോർദോ മാത്രമാണ്. അപ്പോൾ ഇതിനകത്തൊരു കബളിപ്പിക്കൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ആദ്യമേ ഒരു 19 B-2 വിമാനങ്ങൾ മിസോറിയിൽ നിന്ന് പറന്നു. മിസോറിയിലെ പസഫിക് വഴി ഗ്വാം ഐലൻഡിലേക്കാണ് പറന്നത്. അപ്പം ബോംബർ വിമാനങ്ങൾ കൂട്ടത്തോടെ B-2 ബോംബർ വിമാനങ്ങൾ മറ്റേ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ അകമ്പടിയോടെ പറന്നു പോകുന്നു 19 എണ്ണം. അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട്, ഇത് പറന്നു പോകുന്ന പസഫിക്കിലെ ഗ്വാം ഐലൻഡിലേക്കാണ്. അതേസമയം 7 B-2 സ്പിരിറ്റുകൾ അവരുടെ എല്ലാ മിനിമം കമ്മ്യൂണിക്കേഷൻസ്, അതായത് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് റേഡിയോ ഒക്കെ ഓഫാക്കി പറന്നു വന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. അത് ആദ്യം പോയത് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്വാം ഐലൻഡിലേക്ക് പോകുന്നു. ഇതെന്താണ് കാര്യം? അപ്പം ട്രംപ് പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ച സമയമുണ്ട്. അപ്പോൾ 2 ആഴ്ച സമയമുണ്ട്. ഈ സമയത്തേക്ക് പരമാവധി വിമാനങ്ങളെയും ആയുധങ്ങളെയൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി ഗ്വാം ഐലൻഡിലേക്ക്, പസഫിക്കിലാണ് ഈ ഗ്വാം ഐലൻഡ്, അവിടെ കൊണ്ട് ഡിപ്ലോയ് ചെയ്ത് തയ്യാറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ഈ 19 വിമാനങ്ങൾ പോയത്. പക്ഷേ ബാക്കി അറ്റാക്ക് ചെയ്യാനുള്ള 7 എണ്ണം എല്ലാ റേഡിയോ സിഗ്നലുകളും ഓഫ് ചെയ്തിട്ട് നേരെ വന്നാണ് ഈ ആക്രമണം നടത്തിയത്. അത് ഏതെല്ലാം റൂട്ടിലൂടെ പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ സിറിയയുടെ മുകളിൽ കൂടെ പോയിട്ടുണ്ടാവാം, ഇറാഖിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ടാവാം. സിറിയയും ഇറാഖും എന്ന് പറയുന്നത് കൃത്യം ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പം ഇസ്ലാമിക രാജ്യമായ ഇറാഖിനെ ആക്രമിക്കാൻ മിനിമം 2 ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ജോർദാനിൽ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് ജോർദാൻ എന്നാണ്. അപ്പോൾ 3 ഇസ്ലാമിക രാജ്യങ്ങളുടെ പങ്കാളിത്തം വന്നിട്ടുണ്ട്. ഇനി ഈ വഴിയല്ല എന്ന് പറയുന്നത്, ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്ന പോലെ മറ്റൊരു വഴി ഇന്ത്യൻ ആകാശം വഴി, പാകിസ്ഥാൻ ആകാശം വഴി കടന്നാണ് പോയിട്ടുള്ളത് എന്നും മറ്റൊരു തിയറിയാണ്. ഇന്ത്യൻ ആകാശത്ത് കയറാതെയും പാകിസ്ഥാൻ്റെ എയർ സ്പേസ് ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ആകാശം ഉപയോഗിച്ചിട്ട് ഈ ബോംബറുകൾ, B-2 ബോംബറുകൾ പറന്നു ചെന്നിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ആർക്കില്ല? പാകിസ്ഥാനില്ല. കാരണം പാകിസ്ഥാനിൽ ആഭ്യന്തരമായി സിവിലിയൻസ് ആവശ്യപ്പെടുന്നത് ഇറാനെ സഹായിക്കണമെന്നാണ്. പാകിസ്ഥാനിൽ ഭരണകൂടത്തിലെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും മിനിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണെന്ന്. അപ്പോഴാണ് മുനീർ അവിടെ പോയിട്ട് സൂപ്പ് കഴിക്കാൻ പോയത്. സൂപ്പ് കഴിച്ച് മുനീർ നിലപാട് മാറ്റിയതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ മുകളിലൂടെ ഈ ബോംബറുകൾ പറന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ്റെ എയർ സ്പേസ് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള വാർത്ത ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പാകിസ്ഥാന് വല്ലാത്ത പ്രതിസന്ധിയെ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇറാനെ കൊണ്ടെന്ന വ്യാജേന ഇറാൻ ടൈംസ് എന്നുള്ള ഒരു ഹാൻഡിൽ വഴി ഇന്ത്യൻ സ്പേസ് അമേരിക്ക ഉപയോഗിച്ചു എന്നുള്ള ഒരു കൗണ്ടർ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വാർത്ത വന്നു കഴിയുമ്പോഴത്തേക്കല്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാത്രമല്ല ഇന്ത്യയുടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുന്നു. ഏതായാലും അത് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് നടത്തി അത് നിഷേധിച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഇതൊക്കെ നമ്മുടെ സ്പെക്കുലേഷനാണ്. ഈ PIB നിഷേധിച്ചു എന്നുള്ളത് സ്പെക്കുലേഷനല്ല, ഔദ്യോഗികമായി സർക്കാരിൻ്റെ നിലപാടാണ് PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിരിക്കുന്നത്. അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ആക്രമണം യഥാർത്ഥത്തിൽ B-2 സ്പിരിറ്റ് വിമാനങ്ങൾ 7 എണ്ണം പോയി നടത്തിയ ഈ ആക്രമണത്തിൻ്റെ സഞ്ചാരപഥം ഇതുവരെ ഒഫീഷ്യലി അമേരിക്ക ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലെയൊക്കെയാണ് പോയത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്തൊക്കെയുള്ള അറിയും. പക്ഷേ ഇന്ത്യൻ ആകാശം അതിന് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം നമ്മളും ഇപ്പോഴും ട്രംപും നമ്മളുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. അല്പം ഒരു
കരട് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ വ്യോമപരിധി നമ്മൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇറാൻ നമുക്ക് വലിയ ബന്ധമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ചാബഹാർ തുറമുഖം അവിടെയാണ്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ ആകാശത്തൂടെ അമേരിക്കൻ വിമാനങ്ങൾ പറക്കാൻ ഒരു സാധ്യതയുമില്ല. അത് ഈ പാകിസ്ഥാനികൾ കള്ളപ്പേരിൽ പടച്ചു വിടുന്ന ഒരു ആരോപണമാണ്. അത് നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.